അത് കേട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എൻ്റെ ജീവിതം തന്നെ ഇടിഞ്ഞു പൊട്ടി വീണെന്നായിരുന്നു എൻ്റെ മനസ്സ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു വഴിയും 2-2.5 മാസം ഞാൻ എൻ്റെ പുറകെ നടന്ന് ആ വഴിയും അടഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ ഒരു നേഴ്സാണ്. അമ്മ പറഞ്ഞു കൊടുക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ നെഞ്ചിലും എൻ്റെ അമ്മച്ചിയുടെ കാലിലും എല്ലാം പോയി ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ച് മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ച് വിതിൻ 4 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ അൽത്താരയിൽ ദൈവജനത്തിനെ സാന്നിധ്യം നിർത്തി വിശുദ്ധ അമ്മയുടെയും ദൈവം തമ്പുരാൻ്റെയും സാന്നിധ്യത്തിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ തന്ന കൃപയ്ക്കായി ദൈവത്തിന് 1000 മാതാവിന് 1000 സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഹാബേൽ. ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഞാനൊരു എൻജിനീയറാണ്. എൻ്റെ പഠിത്തം കഴിഞ്ഞ് 2 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. ജോലിയുടെ കൂടെ ഞാൻ പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോയി കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിങ്ങും കൊച്ചിലെ വളർന്നതെല്ലാം കുവൈറ്റിലാണ്. കുവൈറ്റിൽ പഠിച്ച് വളർന്ന് +2 കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡിഗ്രി എടുത്ത് ഇവിടെ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ ഇത്രയും വർഷം പുറം രാജ്യത്ത് നിന്ന് ഇനിയെങ്കിലും സ്വന്തം നാട്ടിൽ ഒരു നല്ല ജോലി, ഒരു ഗവൺമെൻറ് ജോലിയോടെ നാട്ടിൽ നിൽക്കണം, നാട്ടിൽ പഠിക്കണം, നാട്ടിൽ ജോലി ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോലിയുടെ കൂടെ സാമ്പത്തിക പ്രശ്നം കാരണം ജോലിയില്ലാതെ പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ജോലിയുടെ കൂടെ തന്നെ പഠിത്തം മുന്നിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് എക്സാംസും എല്ലാം എഴുതി. പക്ഷേ ജോലിയുടെ പ്രഷർ കാരണം ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിത്തത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2 വർഷം മുന്നിലോട്ട് പോയി. അപ്പം എൻ്റെ അമ്മ കുവൈറ്റിലാണ്, എൻ്റെ അനിയന്മാരും കുവൈറ്റിലാണ്, അവരവിടെ പഠിക്കുവാണ്. അപ്പം കൂടെ പഠിച്ചവരെല്ലാം വിദേശത്ത് ഓരോ ഉപരിപഠനത്തിന് വേണ്ടി പോയി. അപ്പം ഞാനതൊരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായതുകൊണ്ട് ഒരിക്കലും ഒരു ഉപരിപഠനം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കും പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു 18 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്, ഇത് ബാങ്കിൽ വെച്ചിട്ട് നിനക്ക് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി പഠിക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അക്കാഡമിക്കലി അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു, നല്ല റിസർച്ചിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഉപരി പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഒരിക്കലും അതൊരു ചിന്ത വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളും ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനൊരു അഭിപ്രായം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം ഞാൻ സങ്കീർത്തനം 25 വായിച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സങ്കീർത്തനം 25 വായിച്ച് ഞാൻ ദൈവം തമ്പുരാനോട് ചോദിച്ചു, ദൈവമേ ഈ വഴി പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടും, എനിക്ക് ഗ്യാപ്പ് വരും, എനിക്ക് എൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഒരു പുതിയ വഴിയിലോട്ട് പോവുകയാണ്, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ, എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ടോട്ടലി ഒരു ന്യൂ പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ പോയി. അപ്പം ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് വസ്തു വേണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടത്തണം. അങ്ങനെ എൻ്റെ പിതാവ് മരിച്ചു പോയതാ, മാതാവും അനിയന്മാരും കുവൈറ്റില്ല, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതിൻ്റെ വസ്തു അപ്പച്ചൻ്റെ പേരിലായിരുന്നു, ഒരു വിൽപ്പത്രമുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യണം, എന്നാലേ ലോണിന് വേണ്ടി പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ അതിൻ്റെ ഫോർമാലിറ്റീസായിട്ട് ഓൾമോസ്റ്റ് ഒരു മന്ത് ഞാൻ രജിസ്റ്റർ ഓഫീസും പഞ്ചായത്ത് ഓഫീസും എല്ലാം കയറി ഇറങ്ങി അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് അവസാനം രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയപ്പം ആ വാർത്ത രജിസ്ട്രാർ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇതൊരിക്കലും നിൻ്റെ പിതാവ് മരിച്ചു പോയതുകൊണ്ട് നിൻ്റെ വീടും അമ്മയുടെയും നിങ്ങളുടെ അനിയന്മാരുടെ പേരിലും നിൻ്റെ പേരിലും കൂടാണ്. പക്ഷേ അനിയൻ മൈനറാണ്, അതുകൊണ്ട് ഒരിക്കലും നിനക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും നിനക്ക് അനിയൻ മേജർ ആവുന്നവരെ നിനക്കൊരു ബാങ്കിൽ നിന്നും ഇത് വെച്ച് ലോൺ എടുക്കാൻ പറ്റത്തില്ല. അത് കേട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എൻ്റെ ജീവിതം തന്നെ ഇടിഞ്ഞു പൊട്ടി വീണെന്നായിരുന്നു എൻ്റെ മനസ്സ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു വഴിയും 2-2.5 മാസം ഞാൻ എൻ്റെ പുറകെ നടന്ന് ആ വഴിയും അടഞ്ഞു. ഇനി എന്നാ ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനങ്ങനെ എൻ്റെ മാതാവിനെ വിളിച്ച് എല്ലാവരും ദൈവം തമ്പുരാനെ എല്ലാം വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം, ഇനി വീണ്ടും പഴയ ജോലിയിലോട്ട് പോകണോ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ഫെബ്രുവരി ഇൻടേക്കിന് ഓസ്ട്രേലിയയിൽ പോകാൻ എല്ലാം റെഡിയായി. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്ന് അറിയാതെ അവൻ്റെ ബാങ്ക് മാനേജർ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ വസ്തു വെച്ച
എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. അവൻ്റെ ബാങ്ക് മാനേജർ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് മാർക്കുണ്ടല്ലോ, നല്ല യൂണിവേഴ്സിറ്റി ആണല്ലോ, അപ്പം നിനക്ക് വസ്തു ഇല്ലാതെ അപ് ടു 40 lakhs നിനക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടും. പക്ഷെ അവന് വസ്തു ഉണ്ട്, അവൻ ഇതിൻ്റെ ആവശ്യമില്ല. അവൻ ആ ഓർമ്മയിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവമേ ആ ഒരു വഴി എനിക്ക് ദൈവം കാണിച്ചു തന്ന് ഞാൻ എന്നിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഞാനൊരു ബാങ്കിനെ സമീപിച്ചു. ഈ എഡ്യൂക്കേഷൻ ലോൺ വസ്തു ഇല്ലാതെ എഡ്യൂക്കേഷൻ ലോൺ തരാമെന്ന് പറഞ്ഞ ബാങ്കിനെ സമീപിച്ചു. അങ്ങനെ അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം, എൻ്റെ അമ്മ കുവൈറ്റിലാണ്, അതുകൊണ്ട് കുവൈറ്റ് ഇന്ത്യൻ എംബസി ഇൻ കുവൈറ്റിൽ നിന്നുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, സാലറി സർട്ടിഫിക്കറ്റ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ അതും ഒരു മാസം എടുത്ത് ഞാൻ ബാങ്കിൽ അപ്ലൈ ചെയ്തു. ബാങ്കിൽ നിന്ന് റീജിയണൽ ഓഫീസിൽ പോയി, റീജിയണൽ ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിൽ പോയപ്പം അവർ പറഞ്ഞു, ഇത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ പ്രൊഫഷൻ കൊടുക്കുമ്പം ഏതെങ്കിലും ഒരു പേരൻ്റ് നാട്ടിൽ വേണം. നാട്ടിൽ ഈ ഒരു ജാമ്യം നിൽക്കാൻ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ സഹോദരിയുടെ അപ്പൻ്റെ സഹോദരങ്ങൾ ഒന്നും പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പേരൻ്റ് നാട്ടിൽ വേണം, പെർമനൻറ്റ് സിറ്റിസൺ ആവണം. അപ്പോൾ എൻ്റെ പിതാവ് മരിച്ചുപോയി, എൻ്റെ മാതാവാണെങ്കിൽ കുവൈറ്റിൽ ജോലി ചെയ്യുക. അപ്പം ഒരിക്കലും ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മാതാവിന് ഇൻകം കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആവും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം ആ വഴിയും അടഞ്ഞു. പിന്നെയും ബാക്ക് ടു സ്റ്റേജ് 0. എന്ത് ചെയ്യണം അറിയത്തില്ല. ഇത് ഡ്രോപ്പ് ചെയ്യാം. ഇതിൻ്റെ പുറകെ നടന്ന് നമുക്ക് തന്നെ മെൻ്റലിയും ഫിസിക്കലി എല്ലാം ഒരുപാട് ഡൗൺ ആയി, വഴി അടഞ്ഞു. പക്ഷെ ആകെ മുമ്പിലോട്ട് പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, ദൈവം തമ്പുരാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓർഗനൈസേഷനെ പറ്റി ഇങ്ങനെ കേൾക്കുന്നത്. നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടി ബാങ്കിനടുത്ത് സംസാരിച്ച് റെഡിയാക്കി തരും. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഓർഗനൈസേഷൻ്റെ അടുത്ത് പറഞ്ഞപ്പം അവരാണ് പറഞ്ഞത്, നീ ഇനിയും പബ്ലിക് ബാങ്കിൽ പോകണ്ട, രക്ഷയില്ല, നീ ഇനിയും പ്രൈവറ്റ് ബാങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ പറഞ്ഞു, നീ ഇനിയും സാധാ ട്രീ കയറേണ്ട, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി അവിടുന്ന് റീജിയണൽ ഓഫീസ്, അവിടുന്ന് ഹെഡ് ഓഫീസിലാണ് നമ്മൾ സാധാരണ പോകുന്നത്. പക്ഷേ അത് ഒരുപാട് ഡിലേ ആവും. അതുകൊണ്ട് അദ്ദേഹമാണ് എനിക്ക് എറണാകുളം ബാങ്ക് മാനേജറിൻ്റെ നമ്പർ തന്ന് ഞാൻ ആ മാനേജറായിട്ടായിരുന്നു ഡയറക്റ്റ് റീജിയണൽ ഓഫീസിൽ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ വീണ്ടും പ്രൈവറ്റ് ബാങ്കാണ്. അപ്പം അവർ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ അടുത്ത് വീണ്ടും ചോദിച്ചു. അങ്ങനെ വീണ്ടും കുവൈറ്റ് എംബസിയിൽ നിന്ന് ഒരുപാട് ഡോക്യുമെൻറ്റ്സും കിട്ടി. പുതിയ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി ഞാനിങ്ങനെ ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. പക്ഷേ സബ്മിറ്റ് ചെയ്തപ്പം ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് ഇൻടേക്കാണ്. അപ്പോൾ ആ ഇൻടേക്കിലോട്ട് മെയ് ആദ്യമാണ് ഞാൻ ലോണിന് സമർപ്പിച്ചത്. അപ്പോൾ ഒരുപാട് അടുത്തു. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പലമായിട്ട് കോള് വന്നു, എന്തുകൊണ്ട് ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് അടയ്ക്കുന്നില്ല, നിങ്ങൾക്കിത് പ്രൊസീഡ് ചെയ്യണ്ടേ, ഞങ്ങൾ നിന്നെ അടുത്ത ഇൻടേക്കിലോട്ട് വിടണോ, അങ്ങനെയൊക്കെ ഒരുപാട് തവണ വന്നപ്പം എനിക്ക് ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഞാനിവിടെ കൃപാസനത്ത് വന്ന് മെയ് 14 ഉടമ്പടി എടുത്ത് എനിക്കറിയത്തില്ല, ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പം ദൈവ ചൈതന്യം എന്നിൽ, എൻ്റെ സമാധാനം എനിക്ക് തിരിച്ചു കിട്ടി. ഒരു ദൈവ ചൈതന്യം എന്നിൽ തിരിച്ചു വന്ന പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ബാങ്കിൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് മുമ്പിലോട്ട് പോയി. മെയ് 26 എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു കോള് വന്നു, നിങ്ങളുടെ ഫീസ് അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനിയും അടുത്ത ഇൻടേക്കിലോട്ട്, അതായത് ഇനിയുള്ള ഫെബ്രുവരി മാത്രമാണ്, ഫെബ്രുവരി ഇൻടേക്കിലോട്ട് നിങ്ങളെ വിടാം. അപ്പം ഫെബ്രുവരി ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് എൻ്റെ ഓൾറെഡി 5-6 മാസമായിട്ട് ഞാൻ ജോലിയിൽ നിന്ന് തിരസ്കരിച്ച് ഇവിടെ നിൽക്കുക. അപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ദൈവത്തിനോടും മാതാവിനോട് ആഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ആ ലോൺ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഞാൻ ഉടമ്പടി തൈലം തേച്ച് മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ച്. എന്നിട്ട് ഞാൻ എൻ്റെ ഏജൻസിയോട് പറഞ്ഞു, ഒന്ന് റിക്വസ്റ്റ് ചെയ്യും യൂണിവേഴ്സിറ്റിയോട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയോട് റിക്വസ്റ്റ് ചെയ്ത് അവർ മെയ് 26 ജൂൺ 2 വരെ, ജൂൺ 3 വരെ അവർ എക്സ്റ്റൻഷൻ തന്ന്. പക്ഷേ പ്രൈവറ്റ് ബാങ്കാണ്, അവർ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഒരുപാട് ഡോക്യുമെൻറ്റേഷനും വെരിഫിക്കേഷനും കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഞാൻ മാക്സിമം തവണ ബാങ്ക് കയറി ഇറങ്ങി, പക്ഷേ ഒരു വിധത്തിലും 3 മുമ്പ് ലോൺ സാങ്ഷൻ ആവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും പ്രാർത്ഥിച്ച് ഓരോ തവണ ഞാനും എൻ്റെ കുടുംബം, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരനും, അമ്മച്ചി എല്ലാവരും മാതാവിനെയും ദൈവം തമ്പുരാനെയും എല്ലാം സാന്നിധ്യത്തിൽ നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ജൂൺ 2 രാത്രി യൂണിവേഴ്സിറ്റിക്ക് ഒരു മെയിൽ അയച്ചു. എന്താണെന്നറിയത്തില്ല, ഏജൻസി പറഞ്ഞു ചരിത്രത്തിലാദ്യമായിട്ട് അവർ സെക്കൻഡ് എക്സ്റ്റൻഷൻ തന്നു. എനിക്ക് ജൂൺ 16 വരെ ഒരു എക്സ്റ്റൻഷൻ തന്നു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ. അന്ന് തൊട്ട് ബാങ്കിനെ സമീപിച്ച് ദൈവം തമ്പുരാൻ്റെ കൃപയാൽ, മാതാവിൻ്റെ കൃപയാൽ എല്ലാ ദിവസവും ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് പോകുമ്പം ഞാൻ
സ്വർഗസ്നായ പിതാവേയും ജപമാലയും എല്ലാം ചൊല്ലും. അതിൻ്റെ കൂടെ ഞാനൊരു വാക്യം കൂടെ ചൊല്ലും, 2 വാക്യം. ഐസയ പ്രവാചകൻ്റെ ഐസയ ചാപ്റ്റർ 45 വേഴ്സസ് 2 and 3. I will go before you and level the mountains. I'll break down gates of bronze and cut through bars of iron. I'll give you hidden treasures, riches stored in secret places, so that you may know that I am the Lord, the God of Israel, who summoned you by name. എൻ്റെ ദൈവം തമ്പുരാൻ അത്ഭുതം എന്ന് പറയട്ടെ. 16-ാം തീയതി ആയിരുന്നു ഡെഡ് ലൈൻ. 12-ാം തീയതി എൻ്റെ ലോൺ സാങ്ഷനായി. പക്ഷെ സാങ്ഷനായി കഴിഞ്ഞ് ഡിസംബേഴ്സ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും ലോൺ ഡിസംബേഴ്സ് ചെയ്യാൻ. പക്ഷേ ദൈവം തമ്പുരാൻ മാതാവ് വഴിയൊഴുക്കി ഞാൻ ആ സാങ്ഷൻ ലെറ്ററിൽ ഉടമ്പടി തൈലം എടുത്ത് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജൂൺ 16-ാം തീയതി എൻ്റെ ലോൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അത്ഭുതം പ്രവർത്തിച്ച് ഞാൻ എൻ്റെ ഫീ പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ വിതിൻ 5 days യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് വന്ന് ഞാൻ മെഡിക്കൽ ചെയ്ത് ജൂൺ 24-ാം തീയതി ദൈവകൃപയാൽ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. എൻ്റെ ഒരിക്കലും ഞാൻ എന്നൊരു വ്യക്തി ഒരു ഫിനാൻഷ്യൽ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലുള്ള ആകെ 1 ലക്ഷം 1.5 ലക്ഷം രൂപ അത് വെച്ചിട്ട് എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ദൈവം തമ്പുരാൻ നടത്തി തന്നെ. അതെനിക്കൊരു വലിയ അനുഗ്രഹമായി. അതുകൂടാതെ തന്നെ അടുത്തതായിട്ട് എൻ്റെ അനിയൻ്റെ ജീവിതമാണ് എനിക്ക് പറയാനുള്ളത്. അവൻ 10th കഴിഞ്ഞിട്ട് കൊമേഴ്സ് എടുത്ത് അവന് വരയ്ക്കാനും ആനിമേഷനും അതൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അത് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അവൻ കൊമേഴ്സ് എടുത്ത് 11th 12th 2 വർഷം അവൻ പരീക്ഷകൾ ഒരുപാട് എഴുതി. ഒരു പേപ്പറിൽ പോലും അവൻ അക്കൗണ്ടൻസി പാസ്സായില്ല. ഒരു യൂണിറ്റ് ടെസ്റ്റ് ആവട്ടെ, സെമിസ്റ്റർ എക്സാം ആവട്ടെ, ഒരെണ്ണത്തിൽ പോലും അവൻ പാസ്സായില്ല. അങ്ങനെ അവൻ്റെ 12th ബോർഡ് എക്സാം അടുത്ത് വന്ന് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞ് ഇവനെ എഴുതിപ്പിച്ചാൽ അവൻ പാസ്സായില്ലെങ്കിൽ സ്കൂളിൻ്റെ ഫുൾ പെർസെൻറ്റേജ് പോവും, എന്താ ചെയ്യേണ്ടത്, എഴുതിപ്പിക്കാതിരിക്കണോ? ഞങ്ങൾ ദൈവത്തിന് ആഞ്ഞു പ്രാർത്ഥിച്ച് അവൻ ഓരോ ദിവസം അവൻ എണ്ണിക്കുമ്പോഴും എല്ലാം അവന് വേണ്ടി ആഞ്ഞു പ്രാർത്ഥിച്ച് ദൈവം തമ്പുരാൻ മുട്ടിപ്പായി മാതാവിന് മുമ്പിൽ കാലം നിർത്തി എൻ്റെ ദൈവം അവന് 70% മാർക്ക്, അക്കൗണ്ടൻസിക്ക് 61% മാർക്ക് അവന് തന്ന് അവന് ഇഷ്ടമുള്ള കോളേജിൽ അവന് BA ആനിമേഷൻ ആൻഡ് VFX അവന് ഇഷ്ടമുള്ള ഫീൽഡിൽ ദൈവം തമ്പുരാൻ അവന് കോളേജിൽ അഡ്മിഷൻ വെച്ച് കൊടുത്തു. അതിന് ദൈവത്തിന് ഞാൻ സ്തുതി ചെയ്യുന്നു. അതുപോലെ തന്നെ അവന് 12th എക്സാം കഴിഞ്ഞിട്ട് അവൻ കുവൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവൻ എപ്പോഴും ഈ ഹൃദയം ഭയങ്കരമായിട്ട് അടിക്കുന്നു, ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ ഓടുമ്പോൾ ഒക്കെ നമുക്ക് അങ്ങനെ വരുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിന്നു. അപ്പം ചുമ്മാ അമ്മയൊന്നും കൊണ്ട് അവൻ്റെ ECG എടുത്തപ്പോഴാണ് മനസ്സിലായത് അവന് WPW സിൻഡ്രോം, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ചാർജ് ഇൻ ദ ഹാർട്ട് അത് ഭയങ്കരമായിട്ട് സർചാർജ് ആവുകയും അത് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്കിലോട്ട് പോകാനൊക്കെ അത് മതി. അപ്പം അത് ബർത്തായിട്ട് വന്നേ. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ദൈവം തമ്പുരാൻ്റെയും മാതാവിൻ്റെയും കൃപയാൽ ഞങ്ങൾക്ക് 3 പേർക്കും എൻ്റെ മാതാവിന് ഒന്നും ഒരു അസുഖമായിട്ട് പോലും ദൈവം തമ്പുരാൻ തന്നില്ല. അപ്പോൾ ആ ഒരു പരീക്ഷണം വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ കാത്ത് ലാബിൽ പോയി ഡോക്ടർ പറഞ്ഞു അവന് കത്തീഡ്രൽ അബ്ലേഷൻ ചെയ്യണം. കത്തീഡ്രൽ അബ്ലേഷൻ ചെയ്ത് അവൻ ഓരോ തവണ പോയി. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിൻ്റെ സക്സസ് റേറ്റ് വെറും 30% 40%. ഇത് ചെയ്തെന്നും വെച്ച് നിങ്ങൾക്ക് മാറ്റമൊന്നും വരാൻ ഉറപ്പില്ല. എന്നാലും ഞങ്ങൾ ദൈവം തമ്പുരാൻ അവൻ്റെ ദേഹത്ത് മൊത്തം ഉടമ്പതി തൈലവും തേച്ചു, അവന് ഇതും കൊടുത്ത് അവനെ സർജറിക്ക് വിട്ട്. സർജറി കഴിഞ്ഞ് അവൻ സർജറി സക്സസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കത് കറക്റ്റ് അറിയണമെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ECG എടുക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ അവന് വേണ്ടി ഇവിടെ വന്ന് അവന് ECG എടുത്തു, ഡോക്ടറിന് അയച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഹി ഈസ് കംപ്ലീറ്റ്ലി ക്യൂർഡ് ഓഫ് ദിസ് ഡിസീസ്. അങ്ങനെ ഒരു അത്ഭുതം ദൈവം അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മച്ചി, എൻ്റെ പപ്പായുടെ അമ്മ 2 ആഴ്ചയ്ക്ക് മുമ്പ് ന്യൂമോണിയ, വൈറൽ ഫീവർ വന്നത് ന്യൂമോണിയായി, ഹാർട്ടിൽ വെള്ളം സ്റ്റോറായി ന്യൂമോണിയായി. അപ്പം ഡോക്ടേഴ്സിനെ കാണിച്ചപ്പം പറഞ്ഞു ആൻറ്റിബയോട്ടിക് കൊടുക്കണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് ഇത്രയും പ്രായം, 88 വയസ്സുണ്ട്, ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അവർ ഭയങ്കരമായിട്ട് വീക്കായിപ്പോവും, ഇതായിപ്പോവും. പക്ഷെ എൻ്റെ അമ്മ ഒരു നേഴ്സാണ്. അമ്മ പറഞ്ഞു കൊടുക്കുക, ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ നെഞ്ചിലും എൻ്റെ അമ്മച്ചിയുടെ കാലിലും എല്ലാം പോയി ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ച് മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ച് വിതിൻ 4 days അമ്മച്ചിയുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി. തന്നെ ഒന്ന് നിവർന്നിരിക്കാൻ പറ്റാത്ത വ്യക്തി തന്നെ ഉയർത്തി ആ ബെഡിൽ ഇരിക്കാൻ ഉള്ള സാന്നിധ്യം ഉള്ള കൃപ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് തന്ന്. ഇതുപോലെ
അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഇതെല്ലാം എനിക്ക് വഴിത്തിരിവായി ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചത് 12th വരെ കുവൈറ്റിലാണ്. എനിക്ക് മലയാളം അത്ര സംസാരിക്കാൻ അറിയാം, വായിക്കാനും എഴുതാനും അത്രയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി പത്രമൊക്കെ എടുത്ത് കൊടുക്കുമ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഇംഗ്ലീഷിൽ കൊടുക്കാൻ. പക്ഷേ ഇവിടുത്തെ ജനത്തിന് മിക്കവും മലയാളമല്ലേ കംഫർട്ടബിൾ. അങ്ങനെ മലയാളത്തിൽ കൊടുത്ത്, അപ്പോൾ എനിക്കൊരു വചനം അവരുടെ അടുത്ത് പറഞ്ഞ്, അവരുടെ അടുത്ത് ഒരു അനുഭവം പറഞ്ഞ്, ഒരു വചനവും കൂടെ ചേർത്ത് പറഞ്ഞ് അവരുടെ അടുത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മലയാളം ബൈബിളിൽ ഇംഗ്ലീഷ് വേർഡ്സ് എഴുതി, മലയാളം എഴുതി, അതവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ തിരുവല്ല ജനറൽ ഹോസ്പിറ്റലിൽ വാർഡുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉടമ്പടി തൈലം തേക്കാനും തുടങ്ങി. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് ബൈബിള് വായിക്കാം, പക്ഷേ അക്ഷരസ്ഫുടതയോടെ ഇംഗ്ലീഷാണ് വായിക്കുന്നത്. അക്ഷരസ്ഫുടതയോടെ വായിക്കുമെന്നല്ലാതെ ഒരിക്കലും എന്നോട് ആ വാക്യം സംസാരിക്കുന്നില്ല. എന്താണ് എൻ്റെ ലൈഫിൽ അത് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു, അരമണിക്കൂർ വായിക്കണമല്ലോ. അപ്പം ഞാൻ വായിച്ചു തുടങ്ങി. വായിച്ചിട്ടൊന്നും എനിക്ക് ആ വാക്യങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല. എനിക്കത് ഭയങ്കര പ്രയാസമായി. അങ്ങനെ പ്രയാസമായി ഞാനിങ്ങനെ ഒരു ദിവസം യൂട്യൂബിൽ ഇരുന്നപ്പോഴായിരുന്നു അദർശ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്ന്. അതൊരു ബൈബിൾ സ്റ്റഡിയുടെ ചാനലായിരുന്നു. അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഗോസ്പൽ ഓഫ് മാത്യു ആയിരുന്നു. ഞാനൊരു കൺവെൻഷനോ ഒരു പള്ളിയിൽ പോകുമ്പോൾ പ്രസംഗത്തിന് പോലും ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ ആ യൂട്യൂബ് ചാനൽ നോക്കി ആ വചനം കേൾക്കാൻ തുടങ്ങിയപ്പം എനിക്കറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി, വചനത്തിലൂടെ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. എനിക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ, എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരോടൊക്കെ നമുക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് വചനമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതൊട്ടും എനിക്കറിയത്തില്ല, എൻ്റെ ബലഹീനതയായിരുന്നു. അങ്ങനെ ഞാനൊരു വചനമായിട്ട് ഞാൻ പറയുന്ന ഓരോ ക്ലെയിംസും, ഓരോ കൃപാസനത്തിനെ കുറിച്ച് പറയുമ്പോഴും, ദൈവം തമ്പുരാനെ കുറിച്ച് പറയുമ്പോഴും, മാതാവിനെ കുറിച്ച് പറയുമ്പോഴും അതെല്ലാം ഒരു ബിബ്ലിക്കൽ ബാക്കിങ്ങോടെ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് എനിക്ക് നല്ലതായിട്ട് പഠിക്കാൻ തുടങ്ങി. ബൈബിൾ പഠിക്കുന്നു, ഇന്ന് രാവിലെ ഞാൻ മത്തായി സുവിശേഷം പഠിച്ചിട്ടാണ് വന്നത്. ബൈബിൾ നോട്ട്സ് എഴുതാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും രാവിലെ എൻ്റെ ഒട്ടും പ്രാർത്ഥനയില്ലാത്ത എൻ്റെ ലൈഫിൽ എനിക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിനായി. രാവിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വൈകിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മാത്രമല്ല, എന്നിലൂടെ എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും അനേകം ഈ തടസ്സങ്ങൾ നേരിടുന്ന അനേകം പിള്ളേർക്ക് എല്ലാം എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ ബാങ്കിൻ്റെ പ്രശ്നങ്ങളും പ്രോസസ്സിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഞാൻ അവർക്ക് ഒന്നൊന്നായിട്ട് പറഞ്ഞു കൊടുക്കും. അറിയാത്തവർക്കും അറിയുന്നവർക്കും എല്ലാം എന്നാൽ പറ്റുന്ന രീതിയിൽ അവരോട് തടസ്സം പറഞ്ഞു വരുമ്പം എൻ്റെ അനുഭവം അതിൽ നിന്ന് ഞാൻ പഠിച്ചത് ഞാൻ അവരിൽ നിന്ന് പടർന്നു. മാതാവിൻ്റെയും കൃപാസനത്തിൻ്റെയും എല്ലാം ഇടപെടൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കൃപ എനിക്കുണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ ദൈവം തമ്പുരാനും എൻ്റെ മാതാവിനും എല്ലാം ആയിരം നന്ദി അർപ്പിക്കുന്നു. ഞാൻ മാർത്തോമാ സഭയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഹിതൻ്റെ അടുത്ത് കൺഫസ് ചെയ്തിട്ടില്ല. ഉടമ്പടി എടുത്ത് അതിൻ്റെ അകത്ത് അച്ഛൻ്റെ മെസ്സേജ് ഞാൻ കേട്ടപ്പം പറഞ്ഞു കൺഫസ് ചെയ്യണമെന്ന്, ഒരു പുരോഹിതൻ്റെ അടുത്ത് എന്ന് കൺഫസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിത്രാന സെൻറ്ററിൽ പോയി അവിടെ ഒരു പുരോഹിതൻ്റെ അടുത്ത് ഞാൻ കൺഫഷൻ നടത്തി. എനിക്കറിയത്തില്ല, എൻ്റെ ദൈവമേ, ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു ദൈവ സാന്നിധ്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റും ഓൾമോസ്റ്റ് എല്ലാം. എനിക്ക് നേവിയിൽ സെലക്ഷൻ കിട്ടിയായിരുന്നു 2021. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഫിസിക്കൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മെഡിക്കലിൽ വന്നപ്പം എൻ്റെ തള്ളവിരലിന് ഒരു ചെറിയ ബെൻഡുണ്ട്, ഹാലസ് വാൽഗസ് എന്നും പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്തു. അന്ന് പറയാൻ പറ്റാത്ത, എന്നാലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ദൈവം തമ്പുരാനെ തള്ളി പറഞ്ഞ്, എന്നെ ഇത്ര എത്തിച്ചിട്ട് ഇവിടെ എന്നെ തള്ളിക്കളഞ്ഞില്ലേ ദൈവമേ എന്ന് ഞാൻ ദൈവത്തിനോട് പറഞ്ഞ്, എൻ്റെ ലൈഫിലൊരു വലിയ വിടവായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കുമ്പസരിച്ച് അച്ഛൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം എനിക്ക് അതിന് ഒരു മോചനം കിട്ടി, അതിനൊരു ഫോർഗീവ്നെസ് എനിക്ക് കിട്ടി. അതിനുവേണ്ടി ഞാൻ ദൈവം തമ്പുരാൻ്റെ അടുത്ത് ആയിരം സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇതിലൂടെ ലഭിച്ച സ്പിരിച്വൽ അവേക്കനിങ്, അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. വചനം പഠിക്കാനും വചനം ഒരാളുടെ അടുത്ത് പറയാനും ദൈവം പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കാനുള്ള കൃപ ദൈവം എന്നിലോട്ട് തന്നു. എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ വചനം സംസാരിക്കും, പഠിപ്പിക്കും, ദൈവം എന്നിലൂടെ സംസാരിക്കും. താങ്ക് യു.